ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനും ശ്രീനാഥും കൂടി കുറച്ച് പുഴമീനൊക്കെ കൂട്ടി ഇന്ന് വിശാലമായിട്ട് ഉണ്ടാകുന്ന വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പം ഇന്ന് പുഴമീനൊക്കെ തിന്നണമെന്നുണ്ടെങ്കിൽ നമ്മളെ കടലുണ്ടി, നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും, കടലുണ്ടി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ ബാലേട്ടൻ്റെ മീൻ ഫ്രൈ ഭയങ്കര ഫേമസ് ആണ്. ബാലേട്ടൻ്റെ ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടി നമ്മളത് ഉണ്ടാകുന്ന വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ബാലേട്ടൻ്റെ ഫിഷ് ഫ്രൈന് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി വരാം. എന്തൊക്കെയാണ് അവിടുത്തെ മീൻ നോക്കാം, എന്തൊക്കെയാണ് അവിടുത്തെ ടേസ്റ്റ്, ആരൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കി വരാം. മനോജ് കുമാർ, വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. ഇതാണ് നമ്മുടെ ബാലേട്ടൻ. ഇവിടുത്തെ പ്രത്യേകതയാണ്, അതുപോലെ ആൾക്കാർ മീൻ കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ ഒരാൾ മീൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ നിന്ന് ഫ്രഷ് മീൻ അതിവിടെ തൂക്കി അത് നമ്മളെ ഫ്രൈ ചെയ്യിക്കാനുള്ള അടുപ്പിലേക്ക് എടുക്കുകയാണ്. നല്ല പിടയ്ക്കണ മീൻ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലുള്ളൂ. കണ്ടോളി. ഇവിടെ ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ ഇലയൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ്. ഇല്ല, ഞങ്ങളൊരു സ്പെഷ്യൽ ചമ്മന്തി, മാങ്ങ, തേങ്ങ, വെളുത്തുള്ളിയൊക്കെ എടുത്ത് കൊടുക്കാനുള്ള മസാല അവിടെയാണ്. ചമ്മന്തിനെ കുറച്ച് ഇതാണ് നമ്മുടെ ബാലേട്ടൻ. നമ്മൾ ബാലേട്ടനോട് ചോദിച്ചത് എന്തൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റംസ്, എന്തൊക്കെ മീനാണ് ബാലേട്ടൻ ഉപയോഗിക്കുന്നത്. ഇവിടെ മീൻ എന്ന് വെച്ചാൽ ഈ പുഴമീനാണ് കൂടുതലുണ്ടാവുക. 99% പുഴമീനാണ്. ചെമ്പല്ലി, എലി, അമൂറ്, തിരുത, കോര, കരിമീൻ, കൂയാൻ, പിന്നെ ചെമ്മീൻ പൊരിച്ചത്, വലിയ ഞണ്ടിൻ്റെ ഫ്രൈ, പിന്നെ കല്ലുമ്മക്കായൻ്റെ ഫ്രൈ, അതൊക്കെയാണ് ഉണ്ടാവുക. അതെ അതെ, ഇവിടെ 12 മണി മുതൽ 3:30 വരെ. കൂടുതലും ആൾക്കാരിങ്ങനെ ദൂരത്തുനിന്ന് വിളിച്ചു പറഞ്ഞ് വരിക ചെയ്യാം. നമുക്ക് നേരത്തെ വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ടാണ് കൂടുതലും ഇവിടെ വരുന്നത്. അവർ പറയും, അവരുടെ വന്ന മീൻ ഞാൻ പറഞ്ഞു കൊടുക്കും. അവരോട് എന്താ ഉള്ളതെന്ന് ചോദിക്കും, വന്ന മീൻ പറയും. അപ്പോൾ അവർക്ക് 4 ആൾക്ക് 6 ആൾക്ക് പറ്റുന്ന സൈസ് വേണമെന്ന് പറയും. അപ്പോൾ അവിടെ മാറ്റി വെക്കും. അപ്പോൾ ഏകദേശം സമയം ചോദിക്കും. ആ സമയത്തിൻ്റെ ഉള്ളിൽ അവർ വന്നില്ലെങ്കിൽ ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ഒക്കെ വില പിടിപ്പുള്ള മീനായതുകൊണ്ട്. അല്ല, വരുന്നതിൻ്റെ മുന്നേ തന്നെ ടൈം ചോദിക്കും ഏകദേശം. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ അടുപ്പത്തെടുക്കും. ഒരു അരമണിക്കൂറെങ്കിലും വേണ്ടി വരും. ഒരു 10-20 മിനിറ്റ് എങ്ങനെയും വേണം വലിയ മീനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. കടലുണ്ടി പുഴ, കോട്ടക്കടവ്, ഒലിപ്പുറം, മുക്കത്തുകടവ്, കരിന്തിരുത്തി, അവിടെ നിന്നൊക്കെ വരും ഇവിടെ. വലിയ മീനൊക്കെ ഞാനെടുക്കും. ചെറുതവരെ അങ്ങാടിക്കുണ്ട്. അതിൻ്റെ ഒരു മാനമായ വില കൊടുക്കും. പിന്നെ അരിച്ചിടാത്ത മീനാണ് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യം. അതാണ്, അതിനാണ്. അതിപ്പോൾ കണ്ടില്ല നിങ്ങൾ. അതുപോലെ നമ്മളെ സ്ഥിരം കുറ്റിക്കാരാണ് അതൊക്കെ. കിട്ടുന്നത് അവരിങ്ങനെ കൊണ്ടുവരും. അപ്പോൾ അത് ഞങ്ങൾ അപ്പം തന്നെ കട്ട് ചെയ്യും, കൊടുക്കും. ഇതന്നെ ചെറിയൊരു കടയാണ്. ഞങ്ങളുടെ ഒരു ഉപജീവനമാർഗം. ഓൺലി ഫാമിലി. മക്കളൊക്കെ രാവിലെ ഇങ്ങോട്ട് വരും. ഒരു 9 മണി 8:30 ആകുമ്പോൾ ഇവിടെ എത്തും. ഒരു 4:30 ഒരു രാത്രിക്കത്തുള്ള ഭക്ഷണമായിട്ട് അങ്ങോട്ട് പോകും. അന്നത്തെ കച്ചവടം കഴിഞ്ഞു. ഇതൊക്കെ തന്നെ. നേരത്തെ വാങ്ങിയിട്ടുള്ള ആ മീനൊക്കെ വെട്ടി സെറ്റാക്കുന്ന തിരക്കിലാണ് മൂപ്പരമോൻ. മീനിനെ കാണുമ്പോൾ തന്നെ പേടി വന്നിട്ടില്ലേ. ഉച്ചക്കത്തേക്കുള്ള ചെമ്മീൻ കറിയാണ് അടുപ്പത്ത് തിളയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ ബാലേട്ടൻ്റെ ഭാര്യ. നമ്മൾ എത്തിയ സമയം തന്നെ ഉച്ചത്തേക്കുള്ള ചീരക്കറി ഒക്കെ റെഡി ആയിട്ടുണ്ട്.
പിന്നെ കാബേജിൻ്റെ ഉപ്പേരി, പച്ചടി, തീയൽ, പിന്നെ ആ സ്പെഷ്യൽ തേങ്ങാ ചമ്മന്തി. ഓ, എന്തൊരു കളറാണത്. ആ ചെമ്മീൻ കളിയും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം മസാല തേക്കുന്ന പരിപാടിയാണ്. നേരത്തെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മീനൊക്കെ മസാല തേച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. എല്ലാത്തിനും വിറകടുപ്പാണ് ഇവിടെ. ആ ഉരുളി വിറകടുപ്പിൽ വെച്ച് നമ്മൾ വറക്കാൻ വേണ്ടി സെറ്റാക്കുക. ബാലേട്ടൻ്റെ കടയിലെ അടുക്കളയിലാണ് നമ്മളുള്ളത്. ഇവിടെ ചെമ്പല്ലിയും അമൂറും വറുത്തോണ്ടിരിക്കുകയാണ്. നാച്ചുറലായിട്ടുള്ള വിറകടുപ്പിലാണ് അവർ പാകം ചെയ്യുന്നത്. നമ്മൾ കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണൊക്കെ എരിഞ്ഞ് പുകയാണ്. അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? വലിയൊരു നാച്ചുറാലിറ്റിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അല്ല, വലിയൊരു ചെമ്പല്ലി കാണാൻ പറ്റുക. ആ ഉരുളിയിൽ അതേ വലുപ്പത്തിലുള്ള ചെമ്പല്ലിയാണ് വറുത്തത്. ഈ മീൻ്റെയൊക്കെ സൈസ് കാണുമ്പം ഇതെങ്ങനെയാണ് വറുക്കുക എന്നുള്ളൊരു സംശയം ഒക്കെ ഉണ്ടല്ലേ? എനിക്കുണ്ട്. ഒരു ചെമ്പല്ലി ഞാനും എണ്ണയിലിട്ട് നോക്കാൻ വിചാരിച്ചു. എന്നാൽ പിന്നെ നമുക്ക് ചോറുണ്ട് നോക്കാം. ചോറ് കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ചോറ് കഴിക്കാം. ഭക്ഷണം കഴിച്ചാൽ 50, വേസ്റ്റ് ആക്കിയാൽ 90. അതാണ് ഭക്ഷണം ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. എത്ര വേണേലും കഴിക്കാം. അപ്പോൾ ഇവിടെ ഭക്ഷണം നമുക്ക് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ആവശ്യമുള്ള ഭക്ഷണം നമുക്ക് എടുത്ത് കഴിക്കാം. അതാണ് നമ്മൾ ബാലേട്ടൻ്റെ സ്ഥലം. ഒരു അമൂറ് വെക്കാം, ഒരു ചെമ്പല്ലി വെക്കാം, ഒരു അമൂറ് വെക്കാം. ഇനി വേണമെങ്കിൽ ഇത് കഴിച്ചിട്ട് പോരെ. ഇഷ്ടം പോലെ നമുക്കൊരു അമൂറ് ഒരു ചെമ്പല്ലിയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു ഇതിൻ്റെ കുക്കിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കി നോക്കാം. നല്ല ആവി കുറയ്ക്കുന്ന ചൂടാണ്. അപ്പം ചീരക്കറിയാണ് ഇന്നത്തെ ഇത്. മിക്കവാറും സാമ്പാർ ഉണ്ടാവും. ആൾട്ടർനേറ്റ് ദിവസത്തിൽ ചീരക്കറി, ഇലക്കറി, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. ഇന്ന് നമുക്ക് ഇവിടെ ചീരക്കറിയാണല്ലോ. ചെമ്മീൻ നമ്മൾ വെള്ളരിട്ടുണ്ടല്ലോ അതിൽ. വെള്ളരിട്ട ചെമ്മീൻ കറിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് വെള്ളരി പൊളിച്ചിട്ടുണ്ട്. വെള്ളരി തിന്നുമ്പോൾ തന്നെ ആ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെല്ലാ കറികളും എത്തിയിട്ടുണ്ട്. ചീരക്കറി എത്തിയിട്ടുണ്ട്, ചെമ്മീൻ കറി വന്നിട്ടുണ്ട്, പിന്നെ നമ്മൾ മീൻ വന്നിട്ടുണ്ട്, പപ്പടം, അതേമാതിരി സമ്മന്തി, പിന്നെ പച്ചടി, ഉപ്പേരി, എല്ലാ ഐറ്റംസും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ശ്രീനാഥുണ്ട് കൂടെ നോക്കി നോക്കാം. അപ്പോൾ അത് നമ്മൾ ചീരക്കറി, നമ്മൾ പച്ചക്കറി കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടാണ് കേട്ടോ.
ആ ഒരു പച്ചക്കറീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതായിരിക്കാൻ വയ്യ. നമുക്ക് ചെമ്മീൻ കൂട്ടിയേക്കാം. നമ്മളെ വറുത്ത മീനിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ആ പുഴമീനിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഉണ്ടോ ഒരു നല്ല ടേസ്റ്റാണ്. ലക്ഷ്മിക്ക് ആ സമ്മന്തി, കുറച്ച് ചീരക്കറി, കുറച്ച് ആ പച്ചടിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചാണ്ടല്ലോ. സമ്മന്തിയിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു നാച്ചുറൽ ടേസ്റ്റാണ്. പൊളിച്ച ഡിഷ് കേട്ടോ. മീനും ഉണ്ടോ, ആ മീനിൻ്റെ ഫ്രഷ്നെസ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഉണ്ടോ, ആ ഒരു ചൂടോടുകൂടി ഈ വറുത്ത മീനുണ്ടല്ലോ, പുഴമീൻ. എന്ത് ഐറ്റാണെങ്കിലും, ഉപ്പേരി ആണെങ്കിലും, പച്ചടി ആണെന്നുണ്ടെങ്കിലും, മീനാണെങ്കിലും, ചെമ്മീൻ കറി ആണെന്നുണ്ടെങ്കിലും, ആ ഒരു ടേസ്റ്റ് അത് വേറെ എവിടെയും കിട്ടും. വെറുതെ അല്ല ഇവിടെ ഇത്രയും തിരക്ക്. ബാലേട്ടൻ്റെ സ്നേഹത്തോടെയുള്ള ചോറ് ഇത് മുഴുവൻ ഷൂട്ട് ചെയ്ത് നിങ്ങളെ മുന്നിൽ തിന്നു കഴിഞ്ഞാൽ ലേശം ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാനും ശ്രീനാഥും ഒന്ന് കഴിച്ചിട്ട് വരാം. അതിനുശേഷം വെക്കാം. എന്താണ് നമ്മൾ ശ്രീനാഥിൻ്റെ അഭിപ്രായങ്ങൾ നോക്കിയത് നമുക്ക്. കറികളൊക്കെ നല്ല ടേസ്റ്റിയാണ്. ഫിഷ് അതേപോലെ തന്നെ ഫ്രഷ് ഫിഷാണ്. നല്ല മസാലയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കഴിച്ചിട്ട് വരാം. സ്ഥിരമായിട്ടൊന്നുമില്ല. അങ്ങനെ ജപ്പിലെ ഞങ്ങളുടെ വീടുകളൊക്കെ ഇതിനെ പാസ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഇതിൽ പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കും. നല്ല ഭക്ഷണമാണ്. മീനാണ് ഇവിടുത്തെ ഏറ്റവും നല്ല. മീൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അധികം ആളുകൾ. കുറേ വെള്ളമില്ല. മീനിൻ്റെ എല്ലാ വെറൈറ്റീസും നല്ല ഫ്രഷ് മീനായിരിക്കും. പറയാതിരിക്കാൻ വയ്യുമ്പോൾ പലപ്പോഴും കഴിച്ചതാണ്. എല്ലാവരും കൂട്ടി വരുന്നത്. എല്ലാം കഴിച്ചാ എൻ്റെ കുട്ടികളുണ്ട്. അപ്പോൾ തരുന്നത് കേട്ടോ. നമ്മളെ കടലുണ്ടിയിലുള്ള നമ്മുടെ ബാലേട്ടൻ്റെ ഫിഷ് ഫ്രൈനെ പറ്റിയിട്ടുള്ള വീഡിയോ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല നാച്ചുറലായിട്ടുള്ള ഫുഡാണ്. അതായത് നല്ല ഫ്രഷ് മീനാണ്. അതായത് പുള്ളിയുടെ വൈഫാണ് എല്ലാ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മക്കളാണത് ഉണ്ടാക്കിയെടുക്കുന്നത്. അച്ഛനും മക്കളും എല്ലാവരും കൂടിയാണ് സെർവ് ചെയ്യുന്നത്. ആ ഒരു ഫാമിലി ടേസ്റ്റ് ആ ഫുഡിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് വന്ന് കഴിക്കാൻ പറ്റുന്ന ഹോട്ടലാണ് നമ്മുടെ ബാലേട്ടൻ്റെ ഫിഷ് ഫ്രൈ. ഇത് വലിയ ഒരു ഹോട്ടലൊന്നുമല്ല. ഒരു 10-25 ആൾക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹോട്ടലാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വരിക. കോഴിക്കോട് റോഡിൽ പുതിയ കടലുണ്ടി പാലം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഇടത് ഭാഗത്ത് ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ ഇടത് ഭാഗത്താണ് നമ്മുടെ ബാലേട്ടൻ്റെ കട. അപ്പോൾ നമ്മൾ ബാലേട്ടൻ്റെ പീടിയിൽ വന്നിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്താണ് നമ്മൾ കടലുണ്ടി ബീച്ചും ഒക്കെ എൻജോയ് ചെയ്ത് നമുക്ക് ഭക്ഷണം കഴിച്ച് പോകാൻ പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ വീഡിയോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ഞാൻ മനോജ് കുമാർ സൈനിങ് ഓഫ്.